ഈ വീഡിയോയിൽ നമ്മൾ നാട്ടിലേക്ക് വന്നതും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിന് പോകുന്ന കഥകളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് യാത്ര പോകണം കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ലീവാണ്. 2 ദിവസം യാത്രയിൽ പെട്ടുപോയി. സമാധാനത്തിലൊന്നും വീട്ടിലിരിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും സാരമില്ല, യാത്ര നല്ല രസമുള്ളതായിരുന്നു. തിരുപ്പൂരിൽ യാത്ര ചെയ്യുമ്പോൾ ഫുള്ള് നമുക്ക് കെട്ടിടങ്ങളും വണ്ടികളും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഭയങ്കര ടെസ്റ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പും നല്ല കാറ്റും നല്ല വെളിച്ചവും നല്ല വെള്ളവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ നാട്. അത് നാട്ടിൽ നിന്ന് പുറത്ത് പോയി താമസിക്കുന്നവർക്കാണ് അവനവൻ്റെ നാടിൻ്റെ വില അറിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ മാമ പറഞ്ഞു നിറയെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്, അത് പറിച്ചു കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞപ്പോൾ ഞാനും മാമയും കൂടെ പറിക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ കുറച്ച് പറിക്കുമ്പോഴത്തേക്കും മാമ കുറേ പറിച്ചു കൊണ്ട് തന്നു. അവിടെ ഇത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുമ്പളങ്ങ, മുരിങ്ങക്കായ, കുരുമുളകൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ടെറസിൽ നിന്ന് അതൊക്കെ പറിച്ചിട്ട് താഴെ വന്നപ്പോൾ മാമി ഇവിടെ പാലട പ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്നലെയും പാലട പ്രഥമൻ കുടിച്ച് ഇന്നും കുടിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ചെണ്ടയുടെ സൗണ്ട് കേട്ടിട്ട് പുറത്ത് വന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന്. അപ്പോൾ മനസ്സിലായല്ലോ ഇത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പാത്തുക്കുട്ടി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അമ്മമാർ സെറ്റ് സാരിയൊക്കെ ഉടുത്തിട്ട്, ചേച്ചിമാരൊക്കെ സെറ്റ് സാരി ഉടുത്തിട്ട് പോകണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളും ഭംഗി കൃഷ്ണൻ്റെയും രാധയുടെയും വേഷം കെട്ടിയ കുട്ടികളാണ് കേട്ടോ. ജാഥയിൽ അവർക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തോന്നുന്നു വലിയ കുട്ടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ ഇതുപോലെ വണ്ടിയിൽ കയറ്റിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയുന്ന കുട്ടികളെ പോലും മനസ്സിലാവാത്ത രീതിയിൽ അവർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് യാത്ര പോവുകയാണെ നമ്മുടെ തിരുപ്പൂരിലേക്ക് തന്നെ. പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. തിരിച്ച് വരുമ്പോൾ എപ്പോഴത്തേമ്പോൾ ഇത്തിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോർഡ് കാണുമ്പോൾ ഒരുപാട് സങ്കടമാവും കേട്ടോ. അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ നാളെ വെച്ചുണ്ടാക്കാൻ വല്ലതൊക്കെ വാങ്ങിക്കണ്ടേ, അതിന് കാരണം ഞാൻ കടയ്ക്ക് വന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.